ഹലോ അസ്സാമു അലൈക്കും, വെൽക്കം ടു ഷാസി ട്രീറ്റ്സ്. എല്ലാവർക്കും സേമിയ പായസം അറിയാം. പക്ഷേ സേമിയ പായസം ഇതേപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. ആദ്യം തന്നെ നമ്മൾ പായസം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രം ഗ്യാസിലേക്ക് വെക്കുക. എന്നിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ പശുവിൻ നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ ഉണക്ക മുന്തിരിയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഇതിലേക്ക് ചേർത്ത് വെക്കുക. ഞാൻ ഇപ്പോൾ മുന്തിരിയും കുറച്ച് ബദാമും ഒന്ന് നെയ്യിലിട്ടിട്ട് വറുത്തെടുക്കുന്നുണ്ട്. വറുത്ത ശേഷം നട്ട്സ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക. ഇനി ഇതിൽ തന്നെ കുറച്ച് നെയ്യ് ബാലൻസ് ആയിട്ടുണ്ടാവും. ഇതിൽ തന്നെ നമുക്ക് സേമിയ വറുത്തെടുക്കാം. ഞാൻ ഇപ്പോൾ വറുക്കാത്ത 100 ഗ്രാം അളവിൽ സേമിയ ഇതിലേക്ക് ചേർത്തെടുത്തിരിക്കുന്നത്. വറുത്ത സേമിയ ആണെങ്കിലും ജസ്റ്റ് ഒന്ന് നെയ്യിലൊന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് എടുക്കുക. വറുക്കാത്തതാണെങ്കിൽ ഇതേപോലെ ജസ്റ്റ് കളർ ചേഞ്ച് ആക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ഇതും കൂടി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക. ഇനി സെയിം പാനിൽ തന്നെ 1/2 കപ്പ് അളവിൽ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പം കാരമൽ ചെയ്തിട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം 1/2 കപ്പ് അളവിൽ പഞ്ചസാരയും ഇത് വേഗം മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ സ്പൂണൊന്നിട്ട് മിക്സ് ആക്കേണ്ട, സ്പൂണിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഇതേപോലെ ജസ്റ്റ് അതേപോലെ തന്നെ ഒന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഇതേപോലെ കളർ ചേഞ്ച് ആയിട്ട് കിട്ടും. ഈ സമയം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല കളർ ചേഞ്ച് ആക്കിയിട്ട് എടുക്കരുത്. ജസ്റ്റ് ഇതേപോലെ ചെറിയൊരു ഗോൾഡ് കളറായിട്ട് വന്നാൽ മതി. നല്ല കളർ ചേഞ്ച് ആയി കഴിഞ്ഞാൽ നമ്മൾ ടേസ്റ്റേ മാറിപ്പോവും, കാരമൽ കരിഞ്ഞു പോവും. ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഒരു 1/2 കപ്പ് അളവ് വരെ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക. ഞാൻ ഇപ്പം 1/4 കപ്പ് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ബാക്കി ഞാൻ പഞ്ചസാരയാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കാരമലും നമ്മൾ മിൽക്ക് മെയ്ഡും കൂടിയിട്ട് വരുമ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ. രണ്ടും കൂടി ചേരുമ്പോൾ നല്ല ടേസ്റ്റായിട്ട് വരും. നമ്മൾ മിൽക്ക് മെയ്ഡും ഒരു ടോഫി കാരമലായിട്ട് മാറും. ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം 1 കപ്പ് അളവിൽ നല്ല ചൂട് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് കുറച്ച് സമയം ഒന്ന് മിക്സാക്കി കൊടുക്കുമ്പോൾ നമ്മളെ കാരമലൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വെള്ളത്തിലേക്ക് അലിഞ്ഞു ചേരും. ഈ സമയം നമുക്ക് ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1 ലിറ്റർ അളവിൽ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ലിറ്റർ പാല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പം നമ്മളെ പായസം നന്നായിട്ട് കുറച്ച് തിക്കായി നല്ല കുറുകി കിട്ടും. ഇനി ഈ പാലും ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഇനി ഈ പാല് തിളക്കാൻ വേണ്ടിയിട്ടൊന്നും വെയിറ്റ് ആക്കണ്ട. ഈ ടൈം തന്നെ ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച് സേമിയ ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ ഒരു 1/2 കപ്പ് അളവിൽ സാബൂനരി, ചവ്വരി എന്ന് പറയില്ലേ, ആ അരി 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിയെടുത്തതാണ്, സോക്ക് ചെയ്തിട്ട് വെച്ചതാണ്. അതിൻ്റെ വെള്ളമൊക്കെ വാർത്തി കളഞ്ഞിട്ട് അത് സാബൂനരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് ഇടയ്ക്കിടയ്ക്ക് കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കുക. സൈഡിൽ നമ്മൾ പാൽപ്പാടയൊക്കെ ഒന്ന് പാത്രത്തിൻ്റെ സൈഡാകും. അത് അങ്ങനെ ആവാണ്ടിരിക്കാൻ നിങ്ങൾ മിക്സാക്കിക്കൊണ്ട് നിൽക്കുക. ഈ ചവ്വരിയും നമ്മളെ സേമിയും ഒക്കെ വേഗം തന്നെ കുക്കായി കിട്ടും. അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ മിക്സാക്കി എടുത്താൽ മതി. ഇനി ഇതിലേക്ക് മധുരം ചെക്ക് ചെയ്തിട്ട് ആവശ്യമാണെങ്കിൽ മധുരം ചേർത്ത് കൊടുക്കുക. നിങ്ങളെ ഇഷ്ടത്തിന് മധുരം ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ അളവിൽ ഏലക്ക പൗഡർ ചേർത്ത് കൊടുക്കുക. വാനില എസെൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ, ഏലക്ക പൗഡറിൻ്റെ പകരം. കാരണം വാനില എസെൻസ് ഇതിന് വലിയ കോമ്പിനേഷനായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല, അതുകൊണ്ടാണ്. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ച മുന്തിരിയും ബദാം അതൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി എക്സ്ട്രാ ആയിട്ട് ഞാൻ കുറച്ച് പിസ്ത ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർക്കുന്നുണ്ട്. ഈ സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. പായസം നന്നായിട്ട് കുറുകി വരണ്ട, നല്ല തിക്ക്. ഇത് ചൂട് മാറിയ ശേഷം കുറച്ചും കൂടി തിക്നെസ് വരും. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ അളവിൽ പശുവിൻ നെയ്യ് ചേർത്ത് കൊടുക്കുക. നല്ല ഫ്ലേവർ കിട്ടും കേട്ടോ ഇതിന്. ഈ പശു നെയ്യും ഏലക്ക പൗഡറും ഈ കാരമലും എല്ലാം കൂടി വരുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഈ പായസത്തിന്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ആക്കി എടുക്കുക. ഈ സമയം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുള്ളത് ഇതേപോലെ അധികം കട്ടിയില്ലാത്ത രീതിയിൽ വേണം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നല്ല തിക്കായി പോവും. ഇതിപ്പം ചൂട് മാറിയ ശേഷം കുറച്ചും കൂടി തിക്നെസ് വരും ഈ പായസം. ഈ പായസം ചൂടോടെ കുടിക്കുന്നതിനേക്കാളും ലൈറ്റ് ചൂട്, കുറച്ച് ചൂട് മാറിയ ശേഷം ലൈറ്റ് ചൂടായിട്ടോ അല്ലെങ്കിൽ തണുപ്പിച്ചിട്ടോ കുടിച്ചാൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതേപോലെ സേമിയ പായസം നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നാൽ നിങ്ങൾ വീണ്ടും ഉണ്ടാക്കി നോക്കും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ട് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.